അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു. രാവിലെ തന്നെ ഒരു ഷോർട്ട് ഡ്യൂട്ടി കിട്ടി. അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഡേ ഡ്യൂട്ടി കിട്ടുമ്പോൾ ഒരു സുഖം എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതേപോലെ ഉച്ചക്കത്തെ ലഞ്ച്, വേണമെങ്കിൽ നൈറ്റ് ഡിന്നർ വരെ നമുക്ക് പാർസൽ എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലക്കി ഡേ ആണ്. സോ എൻ്റെ ദിവസം അതിരാവിലെ തന്നെ എണീറ്റ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ കൊണ്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കണം. 3 നേരത്തേക്ക് എത്തുകയും വേണം. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നൈസ് പത്തിരി ഉണ്ടാക്കണം. അതേപോലെ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയുള്ള ചോറുണ്ടാക്കണം. അപ്പോൾ ഇതൊരു ബാച്ചിലേഴ്സിൻ്റെ സെറ്റപ്പും കാര്യങ്ങളാണ്. അപ്പോൾ 45 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്റ്റൗവിൽ നമ്മൾ ചെറുപയർ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റൗ ഓണാക്കി അതിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു കപ്പ് പത്തിരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 പത്തിരി, എനിക്ക് 3-4 പത്തിരി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചു. അതിൽ കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷം നമ്മളൊരു കപ്പ് പത്തിരിപ്പൊടി അതിലേക്ക് എടുത്തു വെച്ചു. ആ വെള്ളം ഒന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. പെട്ടെന്ന് അതിലേക്ക് റൈസ് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഇളക്കുകയും വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഇളക്കി കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു 80% അത് വെന്തിട്ടുണ്ടാവും. എല്ലാ ഭാഗവും ഒന്ന് വെള്ളം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ഓഫാക്കി പുറത്തേക്ക് വെക്കുക. ഒരു 4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ടാകും. ആ സമയത്ത് കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. സോ നമുക്കൊരു ബോൾ ഷേപ്പിൽ, വലിയൊരു ബോൾ ഷേപ്പിൽ പൊറോട്ട മാവ് വയ്ക്കുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമ്മളൊരു 5 പീസാക്കിയിട്ട് കട്ട് ചെയ്തു. ഇനി അതിനെ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ മാറ്റിയെടുത്ത ശേഷം ഒരു പാക്കറ്റ് പാല് വാങ്ങുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി. അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, ചെറിയൊരു തണുപ്പുണ്ട്. അങ്ങനെ തിരിച്ച് വന്ന് നെക്സ്റ്റ് സ്റ്റൗവിൽ നമ്മളൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ വെച്ചു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഒരു ബോളെടുത്തൊന്ന് ചെറിയൊരു പ്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രസ്സാണ്. അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് നേരെ അതിലോട്ട് വെച്ച് കൊടുത്തു. ഒരു പത്തിരി നമുക്കൊരു 1.5 മിനിറ്റ് കൊണ്ട് മാക്സിമം ചുട്ടെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മളൊരു 20 സെക്കൻഡ് ഒരു ഭാഗം വേവിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗം ഒരു മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡോളം നമ്മൾ വെക്കുക. ദെൻ മൂന്നാമത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നല്ല പഫായിട്ട് പൊള്ളിയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 3 പത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ കുക്കറിൻ്റെ വിസിൽ 2 അടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 വിസിലൂടെ അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫാക്കാം. സോ ഫൈനലി നമ്മൾ ലാസ്റ്റ് പത്തിരി പ്രസ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മളവിടെ കുക്കർ 3ാമത്തെ വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രസ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചു. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഫ്ലെയിമിൽ തന്നെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കപ്പ് ഒരു നേരത്തേക്കാണ്, 2 നേരത്തേക്ക് ഡിന്നർ കൂടെ വേണ്ടതുകൊണ്ട്, പാർസൽ വേണ്ടതുകൊണ്ട് ഞാൻ 2 കപ്പ് അരിയെടുത്തു. നോർമലി ഇവിടെ സോനാ മസൂരി റൈസാണ്, പക്ഷേ നമുക്കതൊരു പച്ചരി ഫീലിംഗ് ആണ് കിട്ടുക. നമുക്കത് റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് നല്ല ഡബിൾ ഹോസിൻ്റെ പാലക്കാട് മട്ട ഉണ്ടായിരുന്നു. അത് നല്ലപോലെ ഒരു 3 റൗണ്ട് വാഷ് ചെയ്തെടുത്ത് നല്ല ബ്രൗണിഷ് കളറുള്ളതാണ്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വന്ന് ഇത് ലാസ്റ്റ് പത്തിൽ അത് മറിച്ചിട്ട് തിരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അതേ ഫ്ലെയിമിലേക്ക് തന്നെ നമ്മൾ കഴുകി വെച്ച അരി ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനെ ഒരു കപ്പ് അരിക്ക് നമ്മൾ 3 മുതൽ 4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അരി നല്ലപോലെ വെന്ത് കിട്ടും. കൂടുതൽ വയുവയുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ദെൻ അതിനുശേഷം നമ്മൾ ടൈറ്റായിട്ടൊന്ന് ടോപ്പ് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവുകയും ചെയ്യും, അതേപോലെ കുക്കാവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം നമ്മൾ 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹാഫ് ആൻ അവറേ നമുക്ക് ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുളിക്കാനുണ്ട്, ഫ്രഷപ്പ് ആവാനുണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. സോ നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്ന ചെറുപയർ നമ്മൾ തുറന്നെടുത്തു. അതൊന്ന് നമുക്ക് വറവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം, ഞാൻ ചെറിയൊരു പാത്രം വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളൊക്കെ അതിലേക്കൊന്ന് മിക്സ് ചെയ്യണം. സോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒരു കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ല് കിട്ടും. സോ ചെറിയുള്ളി നമ്മൾ മിക്സ് ചെയ്ത് ഇനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുക്കുന്നു.
ദെൻ കറിവേപ്പിലയും അതേപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളക്, വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നോക്കണം. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ സാധനം വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വറവെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം, അതല്ലെങ്കിൽ കറി എടുത്ത് വറവിലേക്ക് ഒഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ പെട്ടെന്നാവാൻ വേണ്ടി നേരെ തിരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ആ ഒരു സ്മെല്ലും ആ സൗണ്ടൊക്കെ ഇങ്ങോട്ട് വരും. എന്താ നിങ്ങൾ വറവ് കറിയിലേക്ക് ഒഴിച്ചാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതല്ല തിരിച്ചാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ രാവിലത്തെ നാസ്ത റെഡി ആയിട്ടുണ്ട്, പത്തിരി വിത്ത് ചെറുപയർ കടി. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വരാനായിട്ടുണ്ട്. ലഞ്ചിനുള്ള റൈസ് ഇവിടുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരണം. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊന്ന് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാം. ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, ഫുഡ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന സമയത്തേക്ക് ഓൾറെഡി റൈസ് വെന്തിട്ടുണ്ട്. അതിനൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ കംപ്ലീറ്റ് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാർസലായിട്ട് 2 നേരത്തേക്കുള്ള പാർസലൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ എഗ്ഗ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയ ഓംലെറ്റ് കൂടി അടിക്കാം. സിംഗിൾ ഓംലെറ്റാണ്, ഡബിളിനുള്ള എഗ്ഗ് ഇല്ല. അപ്പോൾ ഫ്രൈ പാൻ ഓൾറെഡി വലുതാണ്, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 3 പാർസൽ എടുത്തിട്ട് നമുക്കൊന്നിട്ട് പോകണം. അപ്പോൾ ഞാനിതാ ഓംലെറ്റ് ചെറിയ നമ്മളൊരു ടിഫിൻ ബോക്സിലേക്ക് മാറ്റി. അതേപോലെ തന്നെ റൈസ്, ഇത് ഉച്ചക്കേക്കുള്ള റൈസ് കേട്ടോ. ഉച്ചക്ക് സോറി രാത്രിയേക്കുള്ളത്. രാത്രി നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു ഡബ്ബയിൽ മാത്രം എടുത്ത്. ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെയും ലഞ്ച് മന്ത്രിനെ പോലെയും കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ ഉച്ചക്കേക്ക് നമ്മൾ ഒരു വലിയ ഡബ്ബിൽ കുറച്ച് അത്യാവശ്യം റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു കറി കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാർസൽ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പം പാർസൽ സെറ്റായി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാം. കുളിച്ചതിന് ശേഷമാണ് എണ്ണ തേച്ചിട്ടുള്ളത്. ദെൻ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ചെറിയൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നമുക്ക് ടൈം നോക്കാൻ ഒരു വാച്ചൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ജസ്റ്റ് ഒന്ന് ഇൻസൈഡൊക്കെ ചെയ്ത് നമ്മളൊന്ന് പുറത്തിറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് നമ്മളൊരു കോഫി അതല്ലെങ്കിൽ ഒരു ചായ, അത് ടീ പതിവാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ പുറത്തിരുന്ന് നമ്മൾ നല്ലൊരു വൈബാണ്. ഈ നമ്മളെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നല്ലൊരു ചായയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ യാത്ര തുടങ്ങാൻ പറ്റും. അപ്പോൾ ചായ വിത്ത് സോക്സ്, അത് ഡ്രസ്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റണ്ണിങ് ഒരു 10 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് ചായ കുടിച്ച് നമ്മൾ പെട്ടെന്ന് 2 ബാഗുണ്ട്. നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ എടുക്കുന്നൊരു ബാഗുണ്ട്. അതേപോലെ നമ്മൾ ഫുഡ്, വെള്ളം, അതേപോലെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സൈഡ് ബാഗ് കൂടി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് നമ്മളെന്തോ ഇന്നത്തെ ഡ്യൂട്ടിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. ദെൻ നേരെ നമുക്ക് വണ്ടി എടുത്തിട്ട് ലോബിയിലെത്തണം. അവിടുന്ന് സൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് കയറാം. ഇതാണ് നമ്മളെ ലോബി. ഇതാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്ന വണ്ടിയാണ്. ഇത് വണ്ടിയിലാണ് നമുക്ക് പോകാനുള്ളത്. സോ നമ്മൾ സൈൻ ഓൺ ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് ഈ ഒരു അവരുടെ വണ്ടിയായിരിക്കും. അപ്പം അത് പോകുന്നതിൻ്റെ ഇടയിൽ ആ ഡ്രൈവർക്ക് ചെറിയൊരു ഹോബിയുണ്ട്. പുള്ളിയുടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് പ്രാവിനെ പുള്ളി അതിൻ്റെ കൂടെ കൊണ്ടുവന്നു. അതിനെ ഇവിടുന്ന് പറത്തി വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവൻ്റെ നേരെ ആ വീട്ടിൽ തന്നെ എടുത്തു. ഒരു 15-20 മിനിറ്റ് കൊണ്ട് അവനെ വീട്ടിലെത്തും. ആക്ച്വലി ഇതൊരു പന്തയമാണ് കേട്ടോ. 4 പേരുണ്ടാവും. അതിലാരതാണ് ഫസ്റ്റ് തിരിച്ചെത്തുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു റൈസിൻ്റെ വാഗണായിരുന്നു. അപ്പോൾ അത് നമ്മൾ സൈഡിൽ ഒതുക്കി കൊടുത്തു. അപ്പോൾ അവർ അൺലോഡിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ദെൻ അവർ അൺലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരെ തിരിച്ചെന്ത് ചെയ്തു, നമ്മൾ അടുത്തുള്ള ഡെസ്റ്റിനേഷനായ റണ്ണിങ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള റൂം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസ്റ്റ് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ട് നാളെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകും.